നെതന്യാഹുവിനെ രക്ഷിക്കാൻ അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്കെതിരെ വേട്ടയാടൽ തുടരുകയാണോ അമേരിക്ക? ICCയുടെ പ്രസിഡന്റിനും ഒരു മുതിർന്ന വിചാരണ അഭിഭാഷകനുമെതിരെ പുതിയ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് US. അന്താരാഷ്ട്ര കോടതികളുടെ പരമാധികാരത്തിന്മേലുള്ള കടുത്ത കടന്നുകയറ്റമായാണ് ഈ നീക്കം വിലയിരുത്തപ്പെടുന്നത്. നെതർലൻഡ്സിലെ ഹേഗ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന യുദ്ധക്കുറ്റ ട്രൈബ്യൂണലിനെതിരെ ട്രംപ് ഭരണകൂടം നടത്തിവരുന്ന പരസ്യമായ നീക്കങ്ങളുടെ ഭാഗമായാണ് നടപടി. വിവരങ്ങൾ അറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ICC പ്രസിഡന്റ് ടൊമോക്കോ അക്കാനയ്ക്കും കോടതിയിലെ മുതിർന്ന ട്രയൽ അഭിഭാഷകനായ അബ്ദുള്ളായ സെക്കും മേലാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. ഓഗസ്റ്റ് 18-ന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് നിർണായക പ്രഖ്യാപനം നടത്തിയത്. അന്താരാഷ്ട്ര തലത്തിൽ യുദ്ധക്കുറ്റങ്ങളും നരഹത്യയും മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളും വിചാരണ ചെയ്യുന്നതിനായി 2002-ൽ രൂപീകരിച്ച ഈ കോടതിയിൽ അമേരിക്ക അംഗമല്ല എന്നത് ശ്രദ്ധേയമാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന ജപ്പാൻ സ്വദേശിയായ ജഡ്ജിയാണ് ടൊമോക്കോ അക്കാനെ. കോടതിയുടെ ദൈനംദിന ഭരണപരമായ കാര്യങ്ങൾക്കും നയരൂപീകരണത്തിനും നേതൃത്വം നൽകുന്നത് ഇവരാണ്. അബ്ദുള്ളായ സേ ആകട്ടെ കോടതിയിലെ നിർണായകമായ യുദ്ധക്കുറ്റ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രമുഖ അഭിഭാഷകനാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ സംഘത്തിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയാണ് ഇദ്ദേഹം. അമേരിക്ക പ്രഖ്യാപിച്ച ഉപരോധ പ്രകാരം ഇരുവരുടെയും US-ലുള്ള എല്ലാ സ്വത്തുക്കളും ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിക്കും. അമേരിക്കൻ പൗരന്മാർക്കോ സ്ഥാപനങ്ങൾക്കോ ഇവരുമായി യാതൊരുവിധ സാമ്പത്തിക ഇടപാടുകളും നടത്താൻ അനുവാദമുണ്ടായിരിക്കില്ല. കൂടാതെ ഇവർക്ക് അമേരിക്കയിലേക്ക് യാത്രാവിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നെതന്യാഹുവിനെയും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെയും ലക്ഷ്യമിട്ടുള്ള ICCയുടെ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വർഷവും ചില കോടതി ഉദ്യോഗസ്ഥർക്കെതിരെ US ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ICCയിൽ അംഗമല്ലാത്ത രാജ്യങ്ങളുടെ മേൽ ഇടപെടാൻ കോടതിക്ക് അധികാരമില്ലെന്നാണ് അമേരിക്കയുടെ വാദം. വംശഹത്യ, യുദ്ധക്കുറ്റങ്ങൾ, മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ വിചാരണ നടത്തുന്നതിനായി 2002-ൽ സ്ഥാപിതമായ സ്വതന്ത്ര അന്താരാഷ്ട്ര സ്ഥാപനമാണ് ICC. എന്നാൽ റോം ചട്ടത്തിൽ ഒപ്പുവെക്കാത്തതിനാൽ അമേരിക്കയും ഇസ്രായേലും ഈ കോടതിയിലെ അംഗങ്ങളല്ല. എന്നാൽ ഇവർ കുറ്റകൃത്യം നടത്തിയ രാജ്യം ICCയിൽ അംഗമാണെങ്കിൽ അവിടെ നടക്കുന്ന നിയമലംഘനങ്ങളിൽ ഇടപെടാൻ തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് കോടതി വ്യക്തമാക്കുന്നു. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ തർക്കങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ യുദ്ധത്തിനിടയിൽ അമേരിക്കൻ സൈനികർ യുദ്ധക്കുറ്റങ്ങൾ ചെയ്തു എന്ന ആരോപണത്തിൽ ICC അന്വേഷണം ആരംഭിച്ചതാണ് അമേരിക്കയെ ആദ്യമായി പ്രകോപിപ്പിച്ചത്. ഫലസ്തീൻ ICCയിൽ അംഗത്വമെടുത്തതോടെ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ സൈന്യവും നേതാക്കളും നടത്തുന്ന യുദ്ധക്കുറ്റങ്ങളെക്കുറിച്ച് കോടതി അന്വേഷണം ശക്തമാക്കി. ഇസ്രായേൽ ഭരണാധികാരികൾക്കെതിരെ അറസ്റ്റ് വാറന്റുകൾ പുറപ്പെടുവിപ്പിക്കുന്നതുൾപ്പെടെയുള്ള നടപടികളിലേക്ക് കോടതി കടന്നതാണ് ഇപ്പോഴത്തെ പെട്ടെന്നുള്ള ഉപരോധത്തിന് കാരണം. അമേരിക്കയുടെ ഈ നീക്കത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത അമർഷം ഉയർന്നിട്ടുണ്ട്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തിന്മേലുള്ള നേരിട്ടുള്ള ആക്രമണമാണിതെന്ന് ICC അധികൃതർ പ്രതികരിച്ചു. ഭീഷണികൾക്ക് വഴങ്ങില്ലെന്നും നിയമവാഴ്ചയും അന്താരാഷ്ട്ര നീതിയും നടപ്പാക്കാൻ കോടതി തുടരുമെന്നും അവർ വ്യക്തമാക്കി. യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള പല അന്താരാഷ്ട്ര ശക്തികളും അമേരിക്കയുടെ നടപടിയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്.